എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഠാക്കുർ കാ കുവ എന്നതിൻ്റെ ആദ്യ ഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഗംഗി, ജോക്കു എന്നീ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ജോക്കു കൈ ദിൻ സെ ബിമാർ ത, ഒരുപാട് ദിവസങ്ങളായി രോഗിയായി കിടക്കുന്ന ജോക്കുവും ഗംഗി ജോക്കുവിന് വേണ്ടി കൊണ്ടുവന്ന വെള്ളത്തിൽ ദുർഗന്ധം കാരണം ജോക്കുവിന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥകളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഠാക്കൂറിനെ പോലുള്ള ആളുകളുടെ ക്രൂരതയും പാവപ്പെട്ട സാധാരണക്കാരായ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജോലി ചെയ്യിക്കുന്നതും കൂലി നൽകാത്തതുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് നമുക്ക് രണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഈ രണ്ട് വീഡിയോകളിൽ നിന്ന് കാണാം. सब ठीक ठाक चल रहा है सरकार. मुंह खुलवाना हो तो नाक बंद करनी ही पड़ती है. अपने आप आएंगे खेतों पर बेगारी के लिए. अपने कुएं पर पहरा बिठवा दो. हमारी इजाजत के बिना कोई पानी नहीं भरेगा. आप कहें तो दूसरे दिन दूसरी मनादी भी करवा दूं सरकार. मजदूर जब बेगारी के लिए खेतों पर आने लगे तब मनादी करवा देना. जी. कहना कि उजरत के साथ एक मटका या एक बाल्टी पानी मुफ्त मिलेगा. कितना बड़ा मटका सरकार? मटका या बाल्टी सरकार? अबे उल्लू के पट्टे, एक कौन कहे का बात है. जितना उठा सके उतना. चल दफा हो यहां से. कोई जनावर कुएं में गिर पड़ा और मर गया. गिरा नहीं, फेंका है. ठाकुर के आदमियों ने फेंका है. वो क्यों करने लगे ऐसा? याद नहीं, पिछले महीने पटवारी का बैल मर गया था और उसने राका को उठाने के लिए कहा था. हाँ, जब उसका बायकाट कर दिया था सारे चमारों ने. हाँ, कस्बे से कसाई बुलवा कर उठवाया था उसने. उस वक्त कहा तो था उसने कि तुम लोगों का हुक्का पानी बंद ना करा दूं तो कहना. वो क्या जानवर मारने गया होगा? अरे नहीं, उसी कसाई से कह के कुत्ता या गीदड़ फिकवा दिया होगा. हाँ, जहर देकर मरवा देते. तो जहर भी होगा पानी में? अरे भैया, पानी तो वैसे भी जहर हो गया. अब जो पिएगा क्या बचेगा? मर ही जाएगा. अब क्या होगा? भगवान ही जाने. कुएं में उतरना पड़ेगा, सफाई करानी पड़ेगी, और क्या. बिना पानी के जिएंगे कैसे? ठाकुर तो एक लोटा न देंगे. വീഡിയോ കണ്ടില്ലേ? നമുക്ക് ഠാക്കൂറിൻ്റെ സ്വഭാവം അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് അയാൾ ക്രൂരനായിട്ട് പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അല്ലേ? അവരുടെ വെള്ളത്തിൽ ചത്ത മൃഗത്തിൻ്റെ അവശിഷ്ടം കൊണ്ടിടാൻ നിർദ്ദേശിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ വെള്ളം കിട്ടാതാകുമ്പോൾ തൻ്റെ കിണറിൽ നിന്നും ജോലി ചെയ്യുന്നതിന് പകരം വെള്ളം കൊടുക്കാമെന്ന മനോഹരമായ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ ഗംഗയുടെ നിസ്സഹായ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് നോക്കൂ. രാത് കെ 9 ബജേ. രാത് കെ 9 ബജേ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി 9 ബജേ. 9 ബജേ കിतना है? 9 മണിയായിരിക്കുന്നു അല്ലേ? രാത് കെ 9 ബജേ, രാത്രി സമയമാണ്. 9 ബജേ, 9 മണിയായിരിക്കുന്നു. ദഖേ മാദേ മസ്ദൂർ തോ സോ ചുക്കേ थे. ദഖേ മാദേ മസ്ദൂർ എന്താണ്? ദഖാമാദ എന്ന് പറഞ്ഞാൽ ദഖാമാദ ക്ഷീണിതരായ. ദഖാമാദ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ക്ഷീണിതരായ മസ്ദൂർ തൊഴിലാളികൾ. മസ്ദൂർ ആരാണ്? തൊഴിലാളികളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? സോ ചുക്കേതെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികളെല്ലാം വെത്തോ ദഖേ മാദേ ഹോക്കർ ക്ഷീണിതരായിട്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു? സോ ചുക്കേതെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും കുറച്ചാളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ആരാണവർ? ഠാക്കുർ കെ ദർവാസെ പർ, ഠാക്കുറിൻ്റെ ദർവാസ വാതിൽക്കൽ 10-5 ലോഗ്, 10-5 ആളുകൾ ബേഫിക്രെ ജമാ ഹെ. അവരെന്ത് ചെയ്യാണ്? ബേഫിക്രെ ഹോക്കെ ജമി. എന്താണ് ബേഫിക്ര എന്ന് പറഞ്ഞാൽ? ബേഫിക്രെ കാര്യമായ ജോലിയൊന്നുമില്ലാതെ. ബേഫിക്ര ഹോന കാര്യമായ ജോലിയൊന്നുമില്ല. അപ്പോൾ ഠാക്കൂറിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ആളുകൾക്ക് കാര്യമായ ജോലിയൊന്നുമില്ല. അവരെന്ത് ചെയ്യാണ്? ബേഫിക്രെ ജമാ. ജമാ ഹോന കൂടി നിൽക്കുക. തോ ജമാഹെ അവിടെ കൂടി നിൽക്കുകയാണ്. തോ ബേഫിക്രെ ഇങ്ങനെ കാര്യമായ ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾ ഠാക്കൂർ കെ ദർവാസെ പർ, ഠാക്കൂറിൻ്റെ വാതിൽക്കൽ ജമാഹെ കൂടി നിൽക്കുകയാണ്. അവർ ഉന്മേ ബാത്തേം ഹോ രഹി ഹെ, അവർ സംസാരിക്കുകയാണ്. അവർ പരസ്പരം
സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഒന്ന് കേട്ടു നോക്കൂ. रात के 9 बजे थे. थके मांदे मजदूर तो सो चुके थे. ठाकुर के दरवाजे पर 10-5 बेफिक्र जमा थे. मैदानी बहादुरी का तो अब जमाना न रहा, न मौका. कानूनी बहादुरी की बातें हो रही थीं. कितनी होशियारी से ठाकुर ने थानेदार को एक खास मुकदमे में रिश्वत दे दी और साफ निकल गए. कितनी अक्लमंदी से एक मार्के के मुकदमे की नकल ले आए. नाजिर और मोहतमिम सभी कहते थे नकल नहीं मिल सकती. कोई 50 मांगता, कोई 100. यहां बे पैसे कौड़ी से नकल उड़ा दी. काम करने का ढंग चाहिए. കേട്ടില്ലേ എന്താണ് അവർ പറയുന്നതെന്ന്? നമുക്ക് നോക്കാം അല്ലേ. അവരെന്താ പറയുന്നത്? മൈദാനി ബഹാദുരി കാ തോ അബ് ന ജമാന രഹ ന മൗക്ക. മൈദാനി ബഹാദുരി. എന്താണ് മൈദാനി ബഹാദുരി എന്ന് പറഞ്ഞാൽ? മൈദാനി ബഹാദുരി കായിക ബലം, അല്ലെങ്കിൽ എന്താണ് കായിക ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ തടിമിടുക്ക് ഉപയോഗിച്ച് കാര്യം നേടുക. കായിക ബലത്തിനൊന്നും മൈദാനി ബഹാദുരി എന്ന് പറഞ്ഞാൽ കായിക ബലം എന്നർത്ഥം എഴുതിയാൽ മതി. ഉസ്ക അബ്തുന്ന ജമാന രഹ, അതിൻ്റെ ജമാന രഹ. എന്താ ജമാന? കാലഘട്ടമല്ല. മൈദാനി ബഹാദുരിക്ക ജമാന രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കായിക ബലങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നേടുന്നതിൻ്റെ കാലഘട്ടമല്ല. പണ്ട് കാലത്ത് ജന്മിമാർ ഇത്തരം ആളുകളെ, നല്ല കായിക ബലമുള്ള ആളുകളെല്ലാം കൂടെ നിർത്തും. എന്തിനാണ്? സാധാരണക്കാരായ ആളുകളെ പേടിപ്പിച്ച് നിർത്താൻ, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിർത്തുന്ന ഇത്തരം ആളുകൾ പറയുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമല്ല. മൈദാനി ബഹാദുരി കന്ന ജമാന രഹ, കായിക ബലങ്ങൾക്കൊന്നും ഇപ്പോൾ അതിൻ്റെ കാലമല്ല. ന ജമാനാഹെ, അതിൻ്റെ കാലമല്ല. ന മൗക്ക, അതിന് അവസരവുമില്ല. ന മൗക്ക, അവസരവുമില്ല അല്ലേ. പണ്ട് പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരെന്ത് ചെയ്യുന്നു? ഇവർ കായിക ബലം ഉപയോഗിച്ചിട്ടാണ് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നത്. ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായിക ബലം ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തില്ല? അതിന് ന ജമാന രഹ, അതിൻ്റെ കാലമല്ല. ന മൗക്ക, അതിന് അവസരവുമില്ല. അബ് തു ക്യാ ഹോ രഹാ ഹെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാനൂനി ബഹാദുരി കി ബാത്തേം ഹോ രഹി. എന്താണ് കാനൂനി ബഹാദുരി? കാനൂനി ബഹാദുരി നിയമപരമായ സാമർത്ഥ്യം. എന്താണ് കാനൂനി ബഹാദുരി? നിയമപരമായ സാമർത്ഥ്യത്തെക്കുറിച്ചാണ് ബാത്തേം ഹോരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംസാരിക്കുന്ന ആളുകൾ? കാനൂനി ബഹാദുരിക്ക് ബാത്തേം കർ റഹി ഹെ. നിയമപരമായ, നിയമം കയ്യിലെടുത്ത് ആളുകളെ കീഴ്പ്പെടുത്തുന്ന, ആളുകളെ വശത്താക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കാനൂനി ബഹാദുരിക്ക് ബാത്തേം ഹോ രഹി ഹെ, ഇത്തരം നിയമത്തെ കയ്യിലെടുക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത്. അതിനൊരു ഉദാഹരണം അവർ പറയുന്നുണ്ട്. എന്താണത്? കിത്തനി ഹോഷിയാരി സെ. കിത്തനി ഹോഷിയാരി, എത്ര സമർത്ഥമായാണ്. ഹോഷിയാരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമർത്ഥമായിട്ട്. കിത്തനി ഹോഷിയാരി സെ, എത്ര സമർത്ഥമായിട്ടാണ് ഠാക്കൂറിനെ ദാനേദാർക്കോ എ ഖാസ് മുഖദ്ദമേ മേ റിശ്വത് ദേ ദി. ഠാക്കൂർ എന്ത് ചെയ്തു? ഠാക്കൂറിനെ ദാനേദാർക്കോ. ആരാണ് ദാനേദാർ? ദാനേദാർ പോലീസ് ഇൻസ്പെക്ടറെയാണ് ദാനേദാർ എന്ന് വിളിക്കുന്നത്. ഠാക്കൂർ ഹോഷിയാരിസെ വളരെ സമർത്ഥമായിട്ട് എന്ത് ചെയ്തു? ധാനേദാർക്കോ റിശ്വത് ദിയ. ധാനേദാറിന് എന്ത് കൊടുത്തു? റിശ്വത്ത്. എന്താ റിശ്വത്ത്? റിശ്വത്ത് കൈക്കൂലി. എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത്? ഏക് ഖാസ് മുഖദ്ദമേമേ. എന്താണ് ഏക് ഖാസ് മുഖദ്ദമ? ഒരു വിശേഷമായിട്ടുള്ള ഒരു കേസ്. ഖാസ് മുഖദ്ദമ, വിശേഷമായിട്ടുള്ള ഒരു കേസ്. ഠാക്കൂറിനെതിരെയുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഠാക്കൂർ എന്താ ചെയ്തത്? ഏക് ഖാസ് മുഖദ്ദമ, ആ വിശേഷമായ കേസിൽ റിശ്വത് ദി, കൈക്കൂലി കൊടുത്തു. ആർക്കാണ് കൈക്കൂലി കൊടുക്കുന്നത്? ധാനേദാർക്കോ, പോലീസ് ഇൻസ്പെക്ടർക്ക് റിശ്വത് ദി, കൈക്കൂലി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സാഫ് നിഖൽ ഗയെ. എന്താണ് സാഫ് നിഖൽ ഗന? സാഫ് നിഖൽ ജാന, ബച്ച് ജാന, രക്ഷപ്പെടുക. സാഫ് നിഖൽ ജാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ബച്ച് ജാന, രക്ഷപ്പെടുക. ഠാക്കൂർ കൈക്കൂലി കൊടുത്തിട്ട് ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് ആര് പറയുന്നത്? നമ്മുടെ ഠാക്കൂറിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ആ കാര്യമായ ജോലി ചെയ്യാത്ത ആളുകൾ പറയുന്നത്. നോക്കൂ, കിത്തനി അഖൽ മന്ദി സെ. അത് മാത്രമാണോ? കിത്തനി അഖൽ മന്ദി. കിത്തനി അഖൽ മന്ദി ക്യാ ഹെ? അഖൽ മന്ദി ബുദ്ധിപരമായി, സാമർത്ഥ്യത്തോടു കൂടി. അഖൽ മന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധി സാമർത്ഥ്യം. കിത്തനി അഖൽ മന്ദി, എത്ര ബുദ്ധി സാമർത്ഥ്യപരമായിട്ടാണ്. ഏക് മാർക്ക് കെ മുഖദ്ദമേ. എന്താണ് മാർക്ക് കെ മുഖദ്ദമ? മാർക്ക് കെ മുഖദ്ദമ വ്യാപാരത്തിൻ്റെ കേസ്. മാർക്ക് കെ മുഖദ്ദമ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വ്യാപാരത്തിൻ്റെ കേസ്.
ഏക്ക് മാർക്ക് കെ മുഖദ്ദമയെ ഒരു വ്യാപാരത്തിൻ്റെ മുഖദ്ദമയെ കേസിൽ നിന്നും നക്കലായെ എന്താ നക്കല്ലയാന നക്കൽ പകർപ്പെടുക്കുക നക്കല്ലയാന പകർപ്പെടുക്കുക എന്തിൻ്റെ പകർത്ത് ആ വ്യാപാര കേസിൻ്റെ പകർപ്പെടുത്തത് കിത്തിനി അക്കൽമന്തി എത്ര ബുദ്ധിപരമായിട്ടാണ് ചെയ്തത് ഇവിടെ നാസിർ ഓർ മെഹത്തിം തോ കഹത്തി ഹെ നാസിറും മെഹത്തിം എന്താണ് നാസിർ എന്ന് പറഞ്ഞാൽ നാസിർ സൂപ്പർവൈസറാണ് നാസിർ ആരാണ് സൂപ്പർവൈസർ രണ്ടാമത്തെ ആരാണ് മൊഹത്തിമ് ആരാണ് മൊഹത്തിമ് മാനേജറെ വിളിക്കുന്ന പേരാണ് മൊഹത്തിമ് ആരെയാണ് വിളിക്കുക മാനേജർ അപ്പം നാസിർ ഓർ മൊഹത്തിം എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർവൈസറും മാനേജറും സബി കഹത്തെ ഹെ എല്ലാവരും പറയാറുണ്ട് സബി കഹത്തെ ഹെ എല്ലാവരും പറയാറുണ്ട് നക്കൽ തോ നഹി മിൽ സക്തി ഇത്തരത്തിൽ നക്കൽ പകർപ്പുകളൊന്നും കേസിൻ്റെ പകർപ്പുകളൊന്നും നഹി മിൽ സക്തി ലഭിക്കാൻ സാധ്യതയില്ല നക്കൽ തോ നഹി മിൽ സക്തി ഇത്തരം പകർപ്പുകളൊന്നും എന്ത് ചെയ്യില്ല ലഭിക്കാൻ സാധ്യതയില്ല നഹി മിൽത്തി കിട്ടുകയില്ല എന്ന് നാസിറും മെഹത്തിമൊക്കെ പറയാറുണ്ട് പക്ഷേയോ കോയി 50 മാങ്ത ചിലർ അതിനെന്ത് ചെയ്യാറുണ്ട് 50 മാങ്ത 50 രൂപകൾ ചോദിക്കാറുണ്ട് 50 രൂപയമാണ് 50 രൂപ ചോദിക്കുക കോയി 100 ചിലർ 100 രൂപ അല്ലേ പണം ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതിന് കിട്ടണമെങ്കിൽ പണം ആവശ്യപ്പെടുന്നു പക്ഷേ ഠാക്കൂറിന് അതും വേണ്ടി വന്നോ ഇല്ല ഇവിടെ എന്താ യഹാ തോ ബേ കൗഡി നക്കൽ ഉഡാലി ഇവിടെ ബേ കൗഡി എന്താണ് ബേ കൗഡി കർണ പണം ചിലവാക്കാതെ ബേ കൗഡി ഹോന പണം ചിലവാക്കാതെ യഹാ തോ ബേ കൗഡി പണം ചിലവാക്കാതെ ഠാക്കൂർ എന്ത് ചെയ്തു നക്കലുടാതി പകർപ്പെടുത്തു ബേ പൈസ കൗഡി എന്ന് പറഞ്ഞതാണ് പണം ചിലവഴിക്കാതെ ബേ പൈസ കൗഡി പണം ചിലവഴിക്കാതെ നക്കലുടാതി പകർപ്പെടുത്തു ആര് ഠാക്കൂർ ഇവിടെ അവർ പറയുകയാണ് കാം കർണേക്ക ഡങ്ക് ചാഹിയെ ഇതിനൊക്കെ എന്താ വേണ്ടത് ജോലി ചെയ്യാനുള്ള ആ രീതി അറിഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു രീതിയുണ്ട് ഉസ് കാം കർണേക്ക ഡങ്ക് ഹമേ മാലൂം ഹോനാ ചാഹിയെ ജോലി ചെയ്യാനുള്ള രീതി മാത്രമാണ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഡങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഡങ്ക് രീതി तो काम करने का ढंग चाहिए ജോലി ചെയ്യേണ്ട രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇസി സമയ ക്യാ ഹുവാ ഇസി സമയ ഗംഗി എന്ത് ചെയ്യാൻ വന്നു കുവേ സെ പാനി ലേനെ പഹുഞ്ചി ഈ സമയത്താണ് ഗംഗി എന്ത് ചെയ്യാൻ വരുന്നത് കുവേമേ കിണറിൽ നിന്നും പാനി ലേനെ പഹുഞ്ചി വെള്ളമെടുക്കാൻ വരുന്നത് ഇസി സമയ ഗംഗി കുവേ സെ കിണറിൽ നിന്നും എന്ത് ചെയ്യുന്നു പാനി ലേനെ പഹുഞ്ചി വെള്ളമെടുക്കാൻ വരികയാണ് നോക്കൂ കുപ്പി की धुंधली रोशनी कुवे पर आ रही थी കുപ്പി की धुंधली रोशनी എന്താണ് കുപ്പി की धुंधली रोशनी എന്ന് പറഞ്ഞാൽ കുപ്പി की എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണെണ്ണ വിളക്കിൻ്റെ കുപ്പി की മണ്ണെണ്ണ വിളക്കിൻ്റെ ധുന്ധലി റോഷ്നി എന്താണ് ധുന്ധലി റോഷ്നി മങ്ങിയ പ്രകാശം ധുന്ധലി എന്നത് വിശേഷണമാണ് എന്തിനാണ് വിശേഷിപ്പിക്കുന്നത് റോഷ്നി വെളിച്ചത്തെ പ്രകാശത്തെ വിശേഷിപ്പിക്കുകയാണ് ധുന്ധലി റോഷ്നി മങ്ങിയ പ്രകാശം ഖുവേപ്പർ ആ രഹീതി കിണറിലേക്ക് വരുന്നുണ്ടായിരുന്നു കുപ്പിക്ക് ധുന്ധലി റോഷ്നി മങ്ങിയ പ്രകാശം ഖുവേപ്പർ ആ രഹീതി കിണറിലേക്ക് വരുന്നുണ്ടായിരുന്നു ഗംഗി ജഗത് കി ആട് പർ ബാറ്റി ഗംഗി ജഗത് കി ആട് പർ ബാറ്റി ഗംഗി എന്ത് ചെയ്യാണ് ജഗത് കി ആട് എന്താണ് ജഗത് കി ആട് എന്ന വാക്കിൻ്റെ അർത്ഥം ജഗത് എന്ന വാക്കിൻ്റെ അർത്ഥം കിണറിന് ചുറ്റും കെട്ടുന്ന തറ കിണറിന് ചുറ്റും നമ്മളൊരു തറ കെട്ടാറില്ലേ അല്ലേ അതിനെയാണ് ജഗത്ത് എന്ന് പറയുന്നത് ഉസ് ജഗത് കി ആട് മേ ബൈട്ടി ആ കിണറിൻ്റെ ആ തറക്ക് സമീപമായിട്ട് ബൈട്ടി ഇരുന്നു കൊണ്ട് ജഗത് കി ആട് പർ ബൈട്ടി ആ കിണറിന് സമീപം മറ കെട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആടുമേ മറവിലായിട്ട് ആട് ഹേ മറവ് ആ ഷാഡോയിൽ മറവിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു മൗക്കേക്ക് ഇന്തസാർ കർ രഹീതി മൗക്കേക്ക ഇന്തസാർ കർണ അവസരം കാത്തിരിക്കുക ആട് വാക്കിൻ്റെ അർത്ഥം എന്താണ് ആട് മറവ് മൗക്കേക്ക് ഇന്തസാർ കർണെ ലഗി എന്ന് പറഞ്ഞാലോ അവസരം കാത്തിരിക്കുക മൗക്കേക്ക് ഇന്തസാർ കർണ മൗക്കേക്ക ഇന്തസാർ കർണ അവസരം കാത്തിരിക്കുക കർണെ ലഗി കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്തോ ഇസ് കുവേക്ക പാനി ഈ കിണറിലെ വെള്ളം സാരാ ഗാവ് പീത്താഹെ എല്ലാ ഗ്രാമത്തിലുള്ളവരും കുടിക്കുന്നുണ്ട് ഇസ് കുവേക്ക പാനി ഈ കിണറിലെ വെള്ളമാണ് സാരാ ഗാവ് പീത്താഹെ എല്ലാ ഗ്രാമത്തിലുള്ളവരും കുടിക്കുന്നത് ഏത് കിണറിൽ ഠാക്കൂർ കാ കുവേക്ക ഠാക്കൂറിൻ്റെ കിണറിൽ അല്ലേ കിസി കേലിയ റോക്ക് നഹി ഒരാൾക്ക് പോലും ഇവിടെ എന്തില്ല റോക്ക് തടസ്സമില്ല കിസി കേലിയ റോക്ക് നഹി ഒരാളെപ്പോലും ഈ വെള്ളം എടുക്കുന്നതിൽ തടസ്സം ചെയ്യുന്നില്ല
സിർഫ് എന്നാലോ സിർഫ് കേവലം യേ ബദൻസീബ് നഹി ബർ സക്ത. ബദൻസീബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭാഗ്യഹീൻ, ഭാഗ്യമില്ലാത്തവർ. ബദൻസീബ് ഭാഗ്യമില്ലാത്ത, ഭാഗ്യഹീനായിട്ടുള്ള ഞങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? നഹി ബർ സക്തെ, നിറക്കാൻ കഴിയാത്തതുള്ളൂ. മുഴുവൻ ഗ്രാമത്തിലെ ആളുകൾക്കും നിറക്കാനുള്ള പെർമിഷൻ, അവകാശമുണ്ടെങ്കിലും ഹം ജൈസെ ലോഗോങ്കോ, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, അവർക്ക് ഠാക്കൂർ എന്ത് ചെയ്യില്ല? ഇസ് കുവേക്ക പാനി നഹി ദേത്ത, ഈ കിണറിലെ വെള്ളം നൽകാറില്ല. ഇനി നോക്കൂ, ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം और मजबूरियों पर छोटे करने लगी. ഗംഗി കാ വിദ്രോഹി ദിൽ, ഗംഗയുടെ വിദ്രോഹി ദിൽ. എന്താണ് വിദ്രോഹി ദിൽ എന്ന് പറഞ്ഞാൽ? വിപ്ലവ മനസ്സ്. ഇപ്പോൾ ചില ആളുകൾക്കിടയിൽ ഇത്തരം അനീതിക്കെതിരെ പോരാടാനുള്ള ചിന്തയുണ്ടാകും. അത്തരം ചിന്തകളെയാണ് നമ്മൾ വിപ്ലവ മനസ്സെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗംഗയുടെ വിപ്ലവ മനസ്സ് ഇത്തരം റിവാസി പാബന്ദികൾ. എന്താ റിവാസി പാബന്ദികൾ എന്ന് പറഞ്ഞാൽ? റിവാസി സാമ്പ്രദായികമായ നിയന്ത്രണങ്ങൾ. റിവാസി പാബന്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാമ്പ്രദായികമായ നിയന്ത്രണങ്ങൾ. ചില സമുദായത്തിൽ, ചില പ്രദേശങ്ങളിൽ ചില സമ്പ്രദായങ്ങളുണ്ടാവും, ചില നിയന്ത്രണങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം നിയന്ത്രണങ്ങളെയാണ് നമ്മളിത് വിളിക്കുന്നത് റിവാസി പാബന്തിയാം. ദിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദിൽ, മനസ്സ്. അപ്പോൾ ഗംഗയുടെ ദിൽ, മനസ്സ് എന്ത് ചെയ്തു? റിവാസി പാബന്തിയാം, സാമ്പ്രദായികമായ ഇത്തരം തടസ്സങ്ങൾക്കും മജ്ബൂരിയാം, നിസ്സഹായ അവസ്ഥകളും. മജ്ബൂരികൾ എന്താണ്? നിസ്സഹായ അവസ്ഥ. ചോട്ടയും കർണയിലേക്ക് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഗംഗയുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ എന്ത് ചെയ്തു? അവളുടെ മനസ്സിനെ ചോട്ടയും കർണ, എന്താ ചോട്ടയും കർണയിലേക്ക് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഹം ക്യൂ നീച്ചേ, അവൾ ചിന്തിക്കുകയാണ്. ഹം ക്യൂ നീച്ചേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് താഴ്ന്നവരാകുന്നത്? ഹം ക്യൂ നീച്ചേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് താഴ്ന്നവരെന്ന് പറയുന്നത്? യേ ലോക് ക്യൂ ഊഞ്ച് ഹേ, ഇവരെന്തുകൊണ്ടാണ് ഊഞ്ച്, ഉയർന്ന വിഭാഗക്കാരാകുന്നത്? ഇവിടെ എന്താണ് കാണുന്നത്? ജാതീയ വിവേചനല്ലേ, ജാതീയ അസമാനതയല്ലേ ഇവിടെ കാണുന്നത്? ഹം ക്യൂ നീച്ച്, നമ്മൾ എന്താണ് താഴ്ന്നവരാകുന്നത്? ഓർ ഏ ക്യൂ, ഇവരെ പോലെ ആളുകൾ, ആരെ പോലെ ആളുകൾ? ഠാക്കൂറിനെ പോലെ ആളുകൾ ക്യൂ ഊഞ്ച് ബൻതേ ഹെ, ഉയർന്നവരാകുന്നു. ഇസ്ലിയെ, ഇതുകൊണ്ടാണോ? ഗംഗി ചിന്തിക്കുകയാണ്, ഇതുകൊണ്ടാണോ കി എന്ത്? ലോക്, ഏ ലോക്, ഈ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഖലേമേ എക് ദാഗ് ഡാലെത്തേ ഹെ, അവരുടെ കഴുത്തിലൂടെ എക് ദാഗ്, ദാഗ് എന്താണ്? ചരട്. ദാഗ് ഡാലിന, ചരട് കെട്ടുക. ഈ ആളുകൾ, ആ ഉയർന്ന വിഭാഗക്കാരായ ആളുകൾക്ക് എന്താറുണ്ട്? കഴുത്തിലൂടെ, മാറിലൂടെ എന്ത് ചെയ്യാറുണ്ട്? ഒരു ചരട് കെട്ടാറുണ്ട്, ഒരു പൂണൂല് കെട്ടാറുണ്ട്. എസേ ബാത്തോസെ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണോ ഈ ഊഞ്ച് ബൻതേ ഹെ, ഉയർന്നവരാകുന്നത്? യഹാ തോ ജിത്തനേ ഹെ, ഇവിടെ എത്ര ആളുകളാണോ? ഏക് സെ ഏക് ചണ്ടേ ഹെ, എല്ലാവരും എന്താണ്? ഏക് സെ ഏക് ചണ്ടേ. എന്താണ് ഏക് സെ ഏക് ചണ്ടേ എന്ന് പറഞ്ഞാൽ? എല്ലാവരും ജണ്ടേ, ജണ്ടേ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദുഷ്ടന്മാരാണ്. ഇവിടെയുള്ള എല്ലാവരും എന്താണ്? ദുഷ്ടന്മാരാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഉയർന്നവരാകുന്നതും താഴ്ന്നവരാകുന്നതും ഇത്തരം രൂപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൂണൂല് കൊണ്ടോ ആണോ? അല്ല. മറിച്ച് എങ്ങനെയാണ് നമ്മൾ ഉയർന്നവരും താഴ്ന്നവരുമായി തീരുന്നത്? അപ്പനെ കർമ്മോസെ, നമ്മുടെ പ്രവർത്തികളാണ് അല്ലേ. മഹാന്മാരായ ഗാന്ധിജി ആണെങ്കിലും അബ്രഹാം ലിങ്കൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഉയർന്നവരായതുകൊണ്ട് അവരുടെ ജാതിയെ നോക്കിയിട്ടാണോ? അല്ല. ഉനക്ക് കർമ്മോസെ, അവരുടെ പ്രവർത്തികൾ നോക്കിയിട്ടാണ് അല്ലേ. അപ്പോൾ കർമ്മോസെ ഹം ബഡേ ബൻതേ ഹെ, ലേക്കിൻ യഹാ, ഇവിടെയാണെങ്കിലോ ലോക് കേവൽ ദാഗ് ഡാൽനേസെ ബഡേ ഹോത്തേ ഹെ, വലിയവരായിത്തീരുന്നു. ലേക്കിൻ യെ സബ്, ഇവരെല്ലാവരും എങ്ങനെയുള്ളവരാണെന്ന് ഗംഗി പറയുന്നത്? ഏക് സേ ഏക് ചണ്ടേ, ദുഷ്ടന്മാരാണ്. ചണ്ടേ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ചോരിയെ കരെ, മോഷണം നടത്തുന്നു. ജാൽ ഫരേബ് കരെ, ചതിയും വഞ്ചനയും നടത്തുന്നു. ചോരിയെ കരെ എന്താണ്? ചോരി കർണ, മോഷണം നടത്തുക. ജാൽ ഫരേബ് കരെ, ചതിയും വഞ്ചനയും നടത്തുന്നു. ജൂഠെ മുഖദ്ദമേ ചലായെ, തെറ്റായ കളവായിട്ടുള്ള കേസുകൾ കൊടുക്കുന്നു. ജൂഠാ മുഖദ്ദമ, കളവ് കേസുകൾ കൊടുക്കുക. എന്നിട്ടും ഇവരെന്താ പറയുന്നത്? ഈ ലോക് ഊഞ്ചേ ഹെ, ഇവർ ഉയർന്നവരാണ്. ഇതിനെല്ലാം ഗംഗി ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്താണ് അതിലൊരു ഉദാഹരണം? അഭി ഇസ് ഠാക്കൂർ നേത്തോ ഉസ് ബേച്ചാരെ ഗഡരിയക്കോ ബേഡ് ചുരാലി. ഈ ഠാക്കൂറാണ് എന്ത് ചെയ്തത്? ഉസ് ബേച്ചാരെ ഘടരിയേക്ക് ബേഡ് ചുരാലി. ഉസ് ബേച്ചാരെ ഘടരിയ, എന്താണ് ഘടരിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഘടരിയ, ആട്ടിടയൻ. ഠാക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ് ദിൻ, ആ ഒരു ദിവസം എന്ത് ചെയ്തു? ബേച്ചാരെ ഘടരിയേക്ക് ബേഡ് ചുരാലി, ആ പാവം ഘടരിയയുടെ, ആട്ടിടയൻ്റെ ബേഡ് ചുരാലി, ചെമ്മരിയാടിനെ മോഷ്ടിച്ചു. എക് ദിൻ കാ എക് ബാത്ത്, ഒരു ദിവസത്തെ കാര്യമാണ് ഗംഗി പറയുന്നത്. ഇസ് ഠാക്കൂറിനെ ക്യാ കിയ, എന്ത് ചെയ്തു?
ഉസ് ബേച്ചാരെ ഘടരിയയ്ക്ക് ആ പാവം ഘടരിയയുടെ ഗഡരിയ ആട്ടിടയൻ്റെ ബേഡ് ചുരാലി ബേഡോങ്കു ചുരാന ക്യാ ഹെ ബേഡോങ്കി ചുരാന ആ ചെമ്മരിയാടിനെ മോഷ്ടിച്ചു. അത് മാത്രമാണോ ഓർ ഉസ്കെ ബാദ് അതിനുശേഷമോ മാർക്കർ ഘാ ഗായ എന്നിട്ടോ മാർക്കർ ഘാ ഗയ അതിനെ കൊന്നു തിന്നുകയും ചെയ്തു. മാർക്കർ ഘാ ഗയ കൊന്നു തിന്നുകയും ചെയ്തു. കോൺ ഠാക്കൂർ ഈ ഠാക്കൂറാണ് ചെയ്തത്. ഇനി പണ്ഡിത് കെ ഗർമേ ഇനി ഈ പണ്ഡിതിൻ്റെ വീട് എങ്ങനെയാണ്? ഇനി പണ്ഡിത് കെ ഗർമേ ബാരോഹോ മാസ് ജുവാ ഹോത്താ ഹെ പണ്ഡിതിൻ്റെ വീട് എങ്ങനെയാണ്? ബാരോഹോ മാസ് എല്ലാ മാസവും 12 മാസവും എന്താണ് ജുവാ ഓന എന്താ ജുവാ കർണ ചൂത് കളിക്കുക. എന്താണ് ചൂത്? പണയം വെച്ച് അല്ലേ കളിക്കുന്ന ഒരു കളിയാണ് ചൂത് കളിക്കുക. അപ്പോൾ പണ്ഡിതിൻ്റെ വീട്ടിൽ ബാരോഹോ മാസ് 12 മാസവും എന്താണ് ജുവാഹി ഹോത്താ ഹെ ചൂത് കളിയാണ്. ജുവാഹി ഓന ചൂത് കളിക്കുക. മാത്രമാണോ ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത? നോക്കൂ, യഹി സാഹൂജീനെ ഇനി ഈ സാഹൂജി ഉണ്ടല്ലോ ദൂസറ കുവാവാല ആദ്മി രണ്ടാമത്തെ ഒരു കിണറുള്ള വ്യക്തിയാണ്. ഉസി സാഹൂജിനെ ക്യാ കിയ സാഹൂജി എന്ത് ചെയ്തു? ഗീ മേ തേൽ മിലാക്കർ ബേച്ച്തേ ഗീ മേ തേൽ മിലാക്കർ ബേച്ച്ന എന്താണ് ഗീ എന്ന വാക്കിൻ്റെ അർത്ഥം? ഗീ നെയ്യ്, തേൽ മിലാക്കർ ബേച്ച്ന തേൽ എന്താണ് എണ്ണ. ഗീ മേ തേൽ മിലാന എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്യിൽ എണ്ണ ചേർക്കുക. എന്താണ് നെയ്യിൽ എണ്ണ ചേർക്കുക എന്ന് പറഞ്ഞാൽ മായം കലർത്തുക. നെയ്യിൽ എണ്ണ ചേർക്കുക എന്നതാണ് മായം കലർത്തുക. അപ്പോൾ ഗീമേ തേൽ മിലാക്കർ ബേജന എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എങ്ങനെ മായം കലർത്തി വിൽക്കുന്ന സ്വഭാവമാണ് ഈ സാഹൂജിക്കോ. ഇനിയോ കാം കരാലേത്തെ എല്ലാ ജോലിയും ചെയ്യിക്കും. സബി കാം ഹമേ കർണാ ഹെ എല്ലാ ജോലിയും ചെയ്യും. കാം കരാലേത്തെ ഹെ ജോലികളെല്ലാം ചെയ്യിക്കും. ഓർ മസൂരി ദേത്തെ നാനി മർത്ത മസൂരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മസൂരി കൂലി. മസൂരി ദേത്തെ കൂലി ലഭിക്കാൻ നാനി മർണ എന്താണ് നാനി മർണ എന്ന് പറഞ്ഞാൽ? നാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി എന്നാണ് അല്ലേ? നാനി മർത്ത എന്ന് പറഞ്ഞാൽ മുത്തശ്ശി മരിക്കുക എന്നാണോ? അല്ല, ഇതൊരു പ്രയോഗമാണ്. എന്ത് പ്രയോഗമാണ് ഇതിൻ്റെ അർത്ഥം? നാനി മർത്ത ദുഃഖിതരാകുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാനി മർത്ത എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ദുഃഖിതരാകുക. സാധാരണ ഉത്തരേന്ത്യയിൽ പറയുന്ന ഒരു പ്രയോഗമാണ് നാനി മർത്ത. മുത്തശ്ശി മരിക്കുകയല്ല, അവിടെ അർത്ഥം എന്താണ്? ദുഃഖിതരാകുക. അപ്പോൾ മസൂരി ദേത്തെ നാനി മർത്താഹ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? കൂലി നൽകാൻ ഇവർക്ക് വളരെ ദുഃഖമാണ്. എല്ലാ ജോലിയും ചെയ്യണം, പക്ഷെ അതിൻ്റെ കൂലി നൽകാനോ വളരെ ദുഃഖമാണ്. എന്തോ വലിയ പ്രയാസം അനുഭവപ്പെടുന്ന പോലെയാണ് ഇവർ കൂലി നൽകുന്നത്. തോ മസൂരി ദേനെ നാനി മർത്ത കൂലി നൽകാൻ ദുഃഖമാണ് ഇവർക്ക്. കാം കരാലത്തെ ജോലി ചെയ്യിക്കുകയും ചെയ്യും. और किस किस बात में हमसे ये ऊंचे है ഏതെല്ലാം കാര്യങ്ങളിലാണ് കിസ് ബാത്ത് മേ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഹംസെ യെ ഊഞ്ചേ ഹെ നമ്മളെക്കാളും ഇവർ ഉയർന്നവരാകുന്നത്? ഹം ഗലി ഗലി ചില്ലാത്തേ തോ നഹി നമ്മൾ ഓരോ തെരുവുകളിൽ നടന്ന് ഉച്ച വെക്കുന്നുണ്ടോ, ബഹളം വെച്ച് പറയുന്നുണ്ടോ? ഹം ഊഞ്ചേ ഹെ ഞങ്ങൾ ഉയർന്നവരാണ്, ഹം ഊഞ്ചേ ഹെ ഞങ്ങൾ ഉയർന്നവരാണെന്ന്. ഹം തോ ഐസ നഹി കഹത്ത ഞങ്ങൾ അങ്ങനെ പറയാറില്ല. കി ഹം ഊഞ്ചേ ഹെ ലേക്കിൻ യേ ലോഗ് ചില്ലാക്കർ കഹത്തെ ഹെ ഇവർ ഒച്ച വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കി ഹം ഊഞ്ചേ ഹെ. ലേക്കിൻ കാം കേസാ ഹെ ജോലി എങ്ങനെയാണ്? ബഹത് ബുരി കാം കർത്തേ ഹെ വളരെ ചീത്ത പ്രവർത്തികൾ, മോശം പ്രവർത്തികളാണ് ഇവർ ചെയ്യുന്നത്. കബി കബി ഗാവമേ ആജാത്തി ഹോ ചിലപ്പോഴെല്ലാം ഇവർ ഗ്രാമങ്ങളിലേക്ക് വരാറുണ്ട്. ഈ ഉയർന്ന ജാതിക്കാർ ചിലപ്പോഴൊക്കെ ഹമാരി ഗാവമേ ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ, താഴ്ന്നവരായ ഞങ്ങളുടെ ഗാവമേ ആത്തിഹും ഗ്രാമങ്ങളിലേക്ക് വരുന്നു. എങ്ങനെ? റസ്ബരി ആംഗോ സെ ദേഖ്തേ ഹെ എങ്ങനെ? റസ്ബരി ആംഗോ സെ ദേഖ്തേ ബുരി ദൃഷ്ടി സെ ദേഖ്തേ ഹുയെ മോശം കണ്ണുകളുമായിട്ട് ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ നോക്കിക്കൊണ്ട് ये लोग कभी कभी हमारे गाँव में भी आते हैं तो हम नीच तो है लेकिन इनको ऐसा नहीं लगता ഇവർക്ക് അങ്ങനെ തോന്നാറില്ല. हमारे गाँव में आते हैं ഇവർ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? റസ്ബരി ആംഗോ സെ ദേഖ്തേ എന്താണ് റസ്ബരി ആംഗോ സെ ദേഖ്ന? ബുരി ദൃഷ്ടി സെ ദേഖ്കർ മോശം കണ്ണുകളോടുകൂടി ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് ഇവർ വരുന്നത്. ജയ്സെ സബ്കി ഛാത്തി പർ സാമ്പ് ലൊട്ടെ ഹെ ഇവരെ കാണുമ്പോൾ, ഇത്തരം ആളുകൾ ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ സബ്കി ഛാത്തി പർ സാമ്പ് ലൊട്ടെ ഹെ അതൊരു പ്രയോഗമാണ്. എല്ലാവരുടെയും മനസ്സ് പിടയാറുണ്ട്. സബ്കി ഛാത്തി പർ സാമ്പ് ലോട്ടന എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ആളുകളുടെയും മനസ്സ്, എല്ലാ സ്ത്രീകളുടെയും മനസ്സ് ഇവരെ കാണുമ്പോൾ മനസ്സ് പിടയും. കാരണം വളരെ മോശം ആളുകൾ എന്താണ് മോശമായ രീതിയിൽ നോക്കിക്കൊണ്ടാണ് ഗ്രാമങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇൻകോ ദേഖുകർ ഇവരെ കാണുമ്പോൾ സബ്കി ഛാത്തി പർ സാമ്പ് ലോട്ടെ ഹെ എല്ലാ ആളുകളുടെയും മനസ്സ് പിടയാറുണ്ട്. പരന്തു എന്നാലും ഇൻകോ തോ ഗമണ്ഡ് ഹെ ഇവർക്ക് അഹങ്കാരം തന്നെയാണ്. ഇൻകോ തോ ഗമണ്ഡ് ഹെ ഇവർക്ക് അഹങ്കാരം തന്നെയാണ്. കി യേ തോ ഊഞ്ചേ ഹെ ഇവർ ഉയർന്നവരാണ്.
ये तो ऊंचे है, ഇവർ ഉയർന്നവരാണ്. तो घमंड എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഹങ്കാരം. तो घमंड क्या है इनको कि वे ऊंचे वर्ग के लोग है, അവർ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന ചിന്തയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച എന്തൊക്കെയാണ്? ഗംഗി വെള്ളമെടുക്കാനായിട്ട് കിണറിൻ്റെ സമീപത്ത് വന്നാണ്, പക്ഷേ അവളുടെ മനസ്സ് ആ സമൂഹത്തിൻ്റെ ഇത്തരം ചിന്തകൾക്കെതിരെ എന്ത് ചെയ്യാണ്? പ്രതികരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ കുറച്ച് ആളുകൾ, ഠാക്കൂറിൻ്റെ കിണറുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഠാക്കൂറിനെ പോലെ ആളുകൾ എങ്ങനെയാണ് നിയമം കയ്യിലെടുക്കുന്നത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക, അർത്ഥം വെച്ച് വായിച്ച് നോക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഓൾ ഓഫ് ഗുഡ് ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.